അപ്പോൾ ഇന്നത്തെ ഫിഷ് വേട്ടക്കുള്ള പുറപ്പാടാണ്. അതാണ് ഞങ്ങളുടെ കടലിൻ്റെ സൈറ്റ്. അപ്പോൾ അപ്പുറത്തെ ഭാഗത്തുണ്ട്. അപ്പോൾ ഇന്നലെ അവിടെ ഇരുന്ന് ഇന്ന് ഇങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് വേട്ടയുടെ സ്ഥലത്തെത്തും. ബോസുണ്ട്, ബോസാണ് ഒരു ബലം. പിന്നെ ഞങ്ങൾക്ക് വേറൊരു അതിഥി കൂടി ഉണ്ട്, കണ്ടോ, ആളും കൂടെ വരിക. എനിക്ക് ഫിഷിന് ഡെയിലി കൊടുക്കും. കണ്ടു നോക്കിയാ കണ്ടു നോക്കിയാ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഫിഷിനെ പിടിക്കുന്നതും കാര്യങ്ങളൊക്കെ പോസ്റ്റാക്കും. നിങ്ങളെ സപ്പോർട്ട് വേണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസുകൾ വരും. അപ്പോൾ ഏതായാലും അവിടെ എത്തിയിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ പറയാം. ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ. അതിഥി ഞങ്ങൾക്ക് ഇവനാണ് ഞങ്ങളുടെ വഴിക്കാട്ടി. പക്ഷെ അവന് വയ്യ. ഇവന് നേരെ മടി കയറി കിടക്കുക, എടുത്തുകൊണ്ടുപോവുക. ഇല്ലടാ, കുറിഞ്ഞിയാണ്. ബോസ് കണ്ടോ എല്ലാ ഐറ്റംസും. ഇന്നലെ എത്ര കിലോ പിടിച്ച്? ഇന്നലെ ഒരു 4-5 കിലോ. 5 കിലോ അടുത്ത് പിടിച്ചു. ഇന്ന് നമുക്ക് എത്ര കിട്ടും? ഇനി നമുക്ക് പിടിക്കണം, ഒരു 6-7 കിലോ പിടിക്കണം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടെ ചൂണ്ടടാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ചെറിയ ചൂണ്ടകളാണ് ഇടുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും വെള്ളം പിടിക്കട്ടെ. ഇവിടെ വെള്ളം പിടിച്ചിട്ട് ഇനി അവിടെ പോയി കഴിഞ്ഞാൽ ഉപ്പ് വെള്ളം കുടിക്കേണ്ടി വരും. വെള്ളം പിടിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോകും. ഞങ്ങളുടെ അതിഥിയും ഞങ്ങളുടെ മടിയിലുണ്ട്, അവനും വെള്ളം വേണം. ഉണ്ടില്ലേ, വെള്ളത്തിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ട്. വെള്ളം നോക്കി നിൽക്കുക. വാ കുറിഞ്ഞി വെള്ളം തരാട്ടാ. നമ്മളെ ഇവിടുത്തെ ഗാർഡനിലത്തെ സെക്യൂരിറ്റി ബോസ്. എന്താ പേരെന്താ? മുഷ്കിലായി. പാടാ പോയൊക്കെ ആളും വരുന്നുണ്ട് കൂടെ. കണ്ടാ, നടക്കടി. ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട്. 1 കിലോമീറ്റർ ആയിട്ട് കൂടെ നടക്കുകയാണ്. കുറിഞ്ഞി വാ, നടക്ക്. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഇങ്ങോട്ട് വായോ. ആള് ഞങ്ങളെ മീൻ പിടിക്കുന്ന സ്ഥലം നോക്കിയിട്ട് വരിക. കണ്ടോ, നടക്ക്. ഏകദേശം അതാ കാണുന്നതാണ് നമ്മുടെ ഏരിയ. നടക്ക്, എന്തത്ര മടി. ആ കുറിഞ്ഞ നമുക്ക് അവിടെ ഇരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ ലൊക്കേഷൻ എത്തി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഇനി ഞങ്ങൾ ഫിഷിൻ്റെ വേട്ട ഞങ്ങൾ കാണിച്ചു തരും. അപ്പോൾ ഏകദേശം അവിടെ ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് ക്ലിയർ ഉണ്ടാവില്ല. ഇതിൻ്റെ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ കുറിഞ്ഞിതാണ്ടോ. കുറിഞ്ഞി ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. ആള് ഞങ്ങൾ എവിടേക്ക് പോകണോ അവിടേക്കൊക്കെ വരും. ഇനി അവിടെ വന്നിട്ട് ഇരിക്കും. അതാണ് ആളുടെ ഉദ്ദേശം. അപ്പോൾ ആൾക്ക് ഞങ്ങൾ ഒരു മീനടക്കം ഇങ്ങനെ കൊടുക്കും. അത് കണ്ടിട്ടുള്ള രസമാണ്. ആൾക്ക് ഉറക്കമൊന്നുമില്ല. ഇപ്പോൾ സമയം ഏകദേശം 12 മണി കഴിഞ്ഞിരിക്കുന്നു ഇവിടുത്തെ. ആ കാണാനാണ് നമ്മുടെ ഏരിയ. കുറിഞ്ഞിക്ക് ഏകദേശം ഇപ്പോൾ സ്ഥലം എത്തിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഓടിയോ നടക്കുക. നിൻ്റെ സ്ഥലമെത്തി. നടക്ക്. വേണ്ട, ഭയോ. ഇതാണ് നമ്മുടെ കടൽ. ഇത് ഇരുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പരിമിതികളുണ്ട് വീഡിയോക്ക്. അപ്പോൾ ഞങ്ങൾ ഇനി
നമുക്ക് കിട്ടുന്ന ഫിഷിനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്നാലാണ് ഇതുപോലത്തെ വീഡിയോസ് ഇനി ഇടാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളതാ. കുറിഞ്ഞിയുടെ ഏരിയ എത്തി. വാ, ഇതാണ് നമ്മുടെ ഉണ്ടോ നമ്മളെ കടലെത്തി. കുറിഞ്ഞി കണ്ട, കുറിഞ്ഞി ഇവിടെ എത്തി. ഇനി ഇവിടെ ഇരിക്കും ആള്. എന്നിട്ട് മീൻ കിട്ടുന്ന വരെ ഇവിടെ ഇരിക്കും. അത് കഴിഞ്ഞാൽ ആൾ പോവും. അപ്പോൾ ഓക്കെ, ഇനി ബാക്കിയുള്ള ഞങ്ങൾ ഫിഷിന് ബോസ് പിടിക്കണമൊക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് പിടക്കണ സാധനം കിട്ടി. ഇത് ബോസ്, ഫിഷ് വേട്ടയുടെ ബോസാണ്. അപ്പോൾ അത് എടുത്ത് ഇതുപോലെ ഞങ്ങളുടെ ഒരു അതിഥി ഉണ്ട് എന്നിട്ടാ. ഇതാ ഇവനാണ് ഞങ്ങളുടെ അതിഥി. ഇന്ന് ഞങ്ങളുടെ കൂടെ വന്നതാണ്. പിന്നെയും വേട്ട തുടരുകയാണ്. അതാ വേറൊന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പറയണ കേൾക്കുന്നുണ്ട്. നോക്കട്ടെ. ഉണ്ടാ ഇതാ ബോസ്. ഇന്ന് ബോസിൻ്റെ ദിവസമാണ്. പോരട്ടെ അതാണ്ട ഉണ്ടല്ലേ. പെട്ടക്കണ്ട സാധനം. ബോസ് ഒന്ന് നേരെ പിടിച്ച, ബോസിനൊന്ന് കാണട്ടെ. എല്ലാവരും പറയണ്ട, ഒന്ന് പൊക്കി പിടിച്ച. ആടാ, ഇതാണ് ഞങ്ങളുടെ ഖത്തറിൻ്റെ മുതൽ. അപ്പം ഞാൻ അടുത്തന്നെ പിടിക്കട്ടെ. ഇത് പിടിക്കണ കാണിച്ചു തരാം. ഓക്കെ, ഫുള്ള് കാണിച്ചു കൊടുക്കാൻ.